ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് സിവിക് കോൺഷ്യസ്നസ്, പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കാം നമുക്ക്. ഇതിനകത്ത് ഞാൻ ഒരുപാട് പ്രശസ്തരായ ആളുകളുടെ പിക്ചറുകൾ നൽകിയിട്ടുണ്ട്. മൈലമ്മ, അജ്ജബ, കല്ലേൽ പൊക്കുടൻ, അങ്ങനെ പറയുന്ന നിരവധി പ്രശസ്തരായ ആളുകളുടെ പിക്ചർ നൽകിയിട്ടുണ്ട്. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്, ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു പൗരബോധം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട സിവിക് കോൺഷ്യസ്നസ് എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് പ്രഥമ ഉദാഹരണമാണ് ഇവർ. ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ഇവർ ഒരു നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നാടിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സാമൂഹിക ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ നല്ല സംഭാവനകൾ നൽകിയ പ്രതിഭകളാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് ആര്, ഇവരോരോരുത്തരും. അപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ഓരോ വ്യക്തികളും സമൂഹത്തിന് അത്രയും പ്രധാനപ്പെട്ടവരാണെന്നും അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് സമൂഹത്തെ വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കാനാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ മേജർ ഫീച്ചേഴ്സ് വിച്ച് ക്യാൻ സീ ദ ആക്ടിവിറ്റീസ് ഓഫ് ദീസ് പേഴ്സണാലിറ്റീസ്. ഓരോ പേഴ്സണാലിറ്റീസിൻ്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഓരോ പൗരന്മാർക്കും എന്തിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് നോൺ ആസ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. വാല്യൂ കോൺഷ്യസ്നസ്, ഒരു മൂല്യാധിഷ്ഠിത ബോധം നമ്മളിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. സെൽഫിഷ്നെസ്, പിന്നെ സ്പിരിറ്റ് ഓഫ് ഡെഡിക്കേഷൻ, അവെയർനെസ് അബൌട്ട് പബ്ലിക് പ്രോബ്ലംസ്, പിന്നെ ഫെലോ ഫീലിംഗ്, പിന്നെ വില്ലിങ് ടു സേവ്. ഇത്തരം പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ ഓരോ പേഴ്സണാലിറ്റിയും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യമാണ്. എന്നിരുന്നാൽ സമൂഹം എന്ത് ചെയ്യുള്ളൂ, അതിൻ്റേതായ രീതിയിൽ വളർന്ന് വരികയുള്ളൂ. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെയൊക്കെ നല്ലൊരു സൊസൈറ്റിയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് സിവിക് കോൺഷ്യസ്നസ്, വാട്ട് യു മീൻ ബൈ സിവിക് കോൺഷ്യസ് നോക്കാം. Civic consciousness is the awareness that each citizen is for the society and the best interests of the society are same that of the interests of the citizen. Every individual in the modern society is known as a citizen. അങ്ങനെ പറഞ്ഞാൽ ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളാണ് ഓരോ പൗരൻ്റെ ബോധമെന്നുമുള്ള തിരിച്ചറിവാണെന്ത്, സിവിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നവരാണ് എന്ന ബോധമാണ് എന്നതാണെന്ത്, സിവിക് കോൺഷ്യസ്നസ്. ഈ ആധുനിക സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും നമ്മൾ എന്താണ് പറയുന്നത്, സിറ്റിസൺസ്, പൗരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഈ മോഡേൺ കാലഘട്ടത്തിലെ ഓരോ വ്യക്തിയെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്, സിറ്റിസൺ, പൗരന്മാർ എന്നാണ് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓരോ സമൂഹത്തിനും രാഷ്ട്രത്തിനും പൗരബോധം വളരെയധികം അത്യാവശ്യമാണ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗരബോധം എന്നത് ഇല്ലെങ്കിൽ, ഓരോ വ്യക്തിക്കും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സ്വാർത്ഥന്മാരായിരിക്കും. അവരൊക്കെ അവരവന് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ എന്തുണ്ടാവില്ല, സമാധാനവും സുരക്ഷയും ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ പൗരബോധം എന്ന് പറയുന്ന സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആശയം എന്നത് നിർബന്ധമായിട്ടും ഒരു രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കണം. എന്നിരുന്നാലേ സമാധാനവും സുരക്ഷയും ഒക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളിവിടെ തന്നിരിക്കുന്ന 3 ന്യൂസ് കട്ടിങ്സ് നോക്കൂ. സമ്മർ ഹീറ്റ് ഇൻറ്റൻസ്, അക്യൂറ്റ് ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതായത് വേനലൊക്കെ കനത്തു, വെള്ളക്ഷാമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിറ്റി അണ്ടർ പൊല്യൂഷൻ ത്രീറ്റ്, പോസിബിലിറ്റി ഓഫ് എപ്പിഡമിക്സ്, അതായത് നഗരങ്ങളൊക്കെ മലിനമായി തുടങ്ങി പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായി. പിന്നെ പോയിസൺ ഇൻ വെജിറ്റബിൾസ്, ഫുഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വിഗറസ് സ്റ്റെപ്സ്, അതായത് പച്ചക്കറികളിലൊക്കെ വിഷാംശം വന്നു. ഈ ഫുഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതിനെതിരെ ആക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് വരുന്നത്. എന്നാൽ ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പം ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രം മാത്രം ഇതിനു വേണ്ടി, സ്റ്റേറ്റ് ഇതിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രം ഇതിനു വേണ്ടി പ്രവർത്തിച്ചാൽ ഈ പ്രശ്നം തീരാവുന്നതല്ല. അപ്പോൾ ഓരോ വ്യക്തിക്കും ഇതിലൊരു ബോധം വേണം. അതായത് നമ്മുടെ നാട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ ചേർക്കാതിരിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധം ഓരോരുത്തരിലും ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുക. Then what is the basic of civic consciousness? നോക്കാം. Civic consciousness influence the progress of the state and society. The basic of civic consciousness is the recognition that if the activities of each individual for the well-being of the society, social problems can be solved. That is known as a basic of civil consciousness. എന്താണ് ബേസിക് ഓഫ് സിവിൽ കോൺഷ്യസ്നെസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ദെൻ ഇനി നമ്മൾ പറയുന്നതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ്, സിവിക് കോൺഷ്യസ്നെസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം ബോധം ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിലൂടെയൊക്കെയാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സിവിക് കോൺഷ്യസ്നെസ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ സിവിക് കോൺഷ്യസ്നെസ്? പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫാമിലി, സെക്കൻഡ് വൺ അസോസിയേഷൻസ്, തേർഡ് വൺ എഡ്യൂക്കേഷൻ, fourth one political system, and fifth social system. These factors mold an individual thought and actions. Not only favorable circumstances but certain negative and challenging situations will also be helpful in molding strong civic consciousness in an individual. അപ്പം നല്ല ഒരു പൗരനെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലൂടെയും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയൊക്കെയാണ് അവർക്ക് വ്യക്തമായ അവബോധങ്ങളൊക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ വളർത്തി എടുക്കേണ്ടത്. ഈ സ്ഥാപനങ്ങളൊക്കെ മുഖ്യ പങ്ക് നല്ല പൗരനെ വാർത്തെടുക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്. ഈ സിവിക് കോൺഷ്യസ്നെസ് വളർത്തിയെടുക്കുന്നതിന് ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്ത്? ഈ ഫാമിലി എന്നൊക്കെ പറയുന്ന, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ. നമുക്ക് നോക്കാം അതിലൊക്കെ എന്താണ് പറയുന്നത്. അതിൽ വരുന്ന ഒന്നാമത്തതാണ് ഫാമിലി. എന്താണ് ഫാമിലി നോക്കാം. ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് സിവിൽ കോൺഷ്യസ്നെസ്. സാമൂഹിക ബോധം, അതായത് പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്? ഫാമിലി. ഈ ഫാമിലിയിലൂടെ നമ്മൾ എന്തെല്ലാമാണ് ആർജിച്ചെടുക്കുന്നത് നോക്കാം. ഒന്ന്, റെസ്പെക്റ്റ് എൽഡേഴ്സ് ആൻഡ് ഫോസ്റ്ററിങ് റെസ്പോൺസിബിലിറ്റി ഇൻ മെമ്പേഴ്സ്, എൻകറേജ് സോഷ്യൽ സർവീസ്. അതായത് ഓരോ സമൂഹത്തിലും ഓരോ കുടുംബത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് മുതിർന്നവരെ ബഹുമാനിക്കാനും പിന്നെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനും പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണെന്ത്? ഫാമിലി. അതിൽ വരുന്നതാണ് രണ്ടാമത്തത്, എക്വിപ്പ് ടു യൂട്ടിലൈസ് നോളേജ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അറിവ് നമ്മൾ നേടിയെടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. പിന്നെ ക്രിയേറ്റ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്
ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് പഠിച്ച് നമ്മൾ വളരുന്നതും ഇവിടെ നിന്നാണ്, എഡ്യൂക്കേഷനിൽ നിന്നാണ്. പിന്നെ എൻവിയോൺമെൻറ്റ് അവെയർനെസ്, സയൻറ്റിഫിക് അവെയർനെസ്, ടോളറൻസ് എന്നിവയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പ്രകൃതിയെക്കുറിച്ചിട്ടുള്ളൊരു അവബോധവും പിന്നെ ശാസ്ത്രീയപരമായ അവബോധവും ടോളറൻസും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഓരോ വ്യക്തിയിലും ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഏത് സ്ഥാപനമാണ്? എഡ്യൂക്കേഷനാണ്. അതുകൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷനും ഫാമിലിയും ഒരു പ്രധാനപ്പെട്ട റോളാണ് എന്തിൽ വഹിക്കുന്നത്? സിവിൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഓരോ വ്യക്തിയിലും വഹിക്കുന്നത്. ഇവയൊക്കെ കൂടാതെ തന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ്റെ റോള് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷനിലൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈമറി എയിം ഓഫ് എഡ്യൂക്കേഷൻ ടു എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു എഫക്റ്റീവ് യൂട്ടിലൈസ് ദ നോളജ് ഗെയിൻഡ് ത്രൂ ദ ലേണിംഗ് ഓഫ് ദ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓഫ് ദ ബെറ്റർമെൻറ്റ് ഓഫ് സൊസൈറ്റി. വിവിധ വിഷയങ്ങളിൽ അറിവ് നേടിയെടുക്കാൻ നമ്മളെ സമൂഹത്തിലെ അറിവുകൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ടു ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നസ്, ടോളറൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, scientific temper, etc. Through education, science and technology can be effectively utilized in the useful manner to the society. Through a value-oriented education approach, we can instill civil consciousness among the people. Government formulates educational policies with this aim. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, ഒരു വ്യക്തിയെ വ്യക്തിയാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണെന്ത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഫാമിലിയും. നെക്സ്റ്റ് വരുന്നതാണെന്ത്? അസോസിയേഷൻ, സംഘടനകൾ എന്ന് പറയുന്നത്. ഒരുപാട് സംഘടനകൾ നമ്മുടെ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. There are several political, social, economical and cultural associations in our society. ഒരുപാട് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. Such associations many a time equip the individuals to work voluntarily with the service mind. ഇതൊക്കെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടും ഓരോരുത്തരെ ഇതിലേക്ക് എത്തിക്കുന്നത് ഇത്തരം സംഘടനകളാണ്. പൊളിറ്റിക്കൽ അസോസിയേഷൻ ആർ പാർട്ട് ഓഫ് ദ ഡെമോക്രാറ്റിക് പ്രോസസ്. ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് നടപ്പിക്കുന്നത്. ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ഐഡിയോളജി ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൗൾഡിങ് ആൻ ഇൻഡിവിജ്വൽസ് തിങ്കിങ് ആൻഡ് ആക്ടിവിറ്റീസ്. ഓരോ ആശയങ്ങളും വ്യത്യസ്തപരമായ ആശയങ്ങളും പുതിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോരുത്തരെയും അതിലേക്ക് സജ്ജരാക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആശയങ്ങൾ കൊണ്ടുവന്ന് പുതിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സമൂഹത്തെ നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോ സംഘടനകളിലൂടെയാണ് നടക്കാക്കുന്നത്. അസോസിയേഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഫോസ്റ്ററിങ് നാഷണൽ ഔട്ട്ലുക്ക് ആൻഡ് സിവിക് കോൺഷ്യസ്നസ്. കണ്ടോ, ഈ അസോസിയേഷനാണ് നമ്മുടെ രാജ്യത്തിന് ഒരു നാഷണൽ ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് സിവിക് കോൺഷ്യസ്നസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ സിവിക് കോൺഷ്യസ്നസ്സിലൂടെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ സാധ്യമാക്കുന്നത് ഈ അസോസിയേഷൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അസോസിയേഷൻ ക്യാൻ പ്രൊമോട്ട് എൻവിയോൺമെൻറ്റൽ അവെയർനെസ് ആൻഡ് അവെയർനെസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇൻഡിവിജ്വൽ. അതാണ് അസോസിയേഷനെ അസോസിയേഷൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? എൻവിയോൺമെൻറ്റൽ അവെയർനെസ്, പരിസ്ഥിതിപരമായ അവബോധം ഉണ്ടാക്കുന്നത്, അവെയർനെസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അവകാശങ്ങളെക്കുറിച്ച് ഓരോ വ്യക്തിയിലും ബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പോയിൻ്റാണ് എന്ത്? മീഡിയ. എന്താണ് മീഡിയയുടെ റോളെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മീഡിയ ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം ആസ് എ ഫോസ്റ്ററിങ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. മീഡിയയും ഡെമോക്രാറ്റിക് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മീഡിയ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ട്രൂത്ത്ഫുൾ ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ മെയ്ഡ് പോസിബിൾ ടു റീച്ചസ് ദ പീപ്പിൾ. ഡു ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ മീഡിയ വർക്ക്. ഇവാലുവേറ്റ് ഇൻഫർമേഷൻ ക്രിട്ടിക്കലി. സിവിക് കോൺഷ്യസ്നസ് വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണെന്ത്? ഈ നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. അതായത് ശരിയായതും വസ്തുനിഷ്ഠമായ ന്യൂസൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മീഡിയയാണ്. അപ്പോൾ ഓരോ മീഡിയയുടെയും ധർമ്മം എന്ന് പറയുന്നത്
കൃത്യമായ രീതിയിൽ, അതായത് സത്യസന്ധമായ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. എന്നിട്ട് അവരിലൊരു ബോധം വളർത്തിയെടുക്കുക എന്നതാണ് ഓരോ മീഡിയയുടെയും പങ്ക്. അപ്പോൾ ഈ മീഡിയ ഒരു പ്രധാനപ്പെട്ട റോളാണ് എന്ത് വളർത്തിയെടുക്കുന്നതിൽ, സിവിക് കോൺഷ്യസ്നസ് വളർത്തിയെടുക്കുന്നതിൽ വഹിക്കുന്നത്. സിവിക് കോൺഷ്യസ്നസ് വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്? ജനാധിപത്യം. സിവിക് കോൺഷ്യസ്നസ് വളർത്തിയെടുക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യം ഇല്ല എന്നുണ്ടെങ്കിൽ സിവിക് കോൺഷ്യസ്നസ് ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വളർത്തിയെടുക്കാൻ പറ്റില്ല. ഡെമോക്രസി ഈസ് എ ഇൻവെയിറ്റബിൾ കമൻസ് ഓഫ് സിവിക് കോൺഷ്യസ്. ഡെമോക്രസി ഈസ് ദ ബേസിക് ഓഫ് ഓൾ അതർ കോമ്പണൻസ് വിച്ച് ഹെൽപ്പ് ടു ഡെവലപ്പ് ദ സിവിക് കോൺഷ്യസ്. ഇറ്റ്സ് ദ വേ ഓഫ് ലൈഫ്. ഇത് ഒരു ജീവിതശൈലിയാണ്. എന്ത്? ഡെമോക്രസി എന്ന് പറയുന്നത്. ഓൾ അവർ ആക്ടിവിറ്റി ഷുഡ് ഹാവ് ആൻ ഡെമോക്രാറ്റിക് അപ്രോച്ച്. എല്ലാവരും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ജനാധിപത്യ രീതിയിൽ ആയിരിക്കണം. ലിവിങ് ഓഫ് ദ ഓപ്പറേഷൻ എസെൻഷ്യൽ ഫോർ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഡെമോക്രസി പ്രോംപ്റ്റ് ഇൻഡിവിജ്വൽ ടു think about fellow being and to work for the protection of their freedom. യഥാർത്ഥ ജനാധിപത്യമായ രീതിയിൽ പ്രവർത്തിക്കുക കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനും എല്ലാ ജനങ്ങളും അവരുടെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ സാധിക്കുന്നത് ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലൂടെ മാത്രമാണ്. ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്, ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്, സ്വാതന്ത്ര്യം, സമത്വം, അവകാശം എന്നിവയൊക്കെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത് ഡെമോക്രസിയിലൂടെയാണ്. ഡെമോക്രസി ബിലീവ്സ് ദാറ്റ് ദ റൂൾ ഓഫ് ലോ. ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു റൂൾ ഓഫ് ലോ ആണ്. വിച്ച് മീൻസ് ഓൾ ദ ത്രീ ഇൻ ദ ഡെമോക്രസി. ഇത് 3 ആസ്പെക്ട്സ് ഓഫ് ദി ഡെമോക്രസി. അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് സിവിക് കോൺഷ്യസ്നസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട് എന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സിവിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെരി മസ്റ്റ്. ഓരോ വ്യക്തിയിലും അത് വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്? ഡെമോക്രാറ്റിക് സിസ്റ്റം. ഇത്തരം ഫാക്ടേഴ്സൊക്കെയാണ് സിവിക് കോൺഷ്യസ്നസ് വളർത്തുന്നതിൽ സഹായിക്കുന്നത്. ഈ ഫാക്ടേഴ്സിലൂടെയൊക്കെ പ്രവർത്തിച്ച ഫെമിലിയറൈസേഷൻ ഓഫ് റോൾ മോഡൽസ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. മദർ തെരേസ, ഡോക്ടർ APJ അബ്ദുൽ കലാം, മൈലമ്മ, കല്ലേൽ പൊക്കുടൻ, ഹജബ, അങ്ങനെ പറയുന്ന നിരവധി വ്യക്തികൾ. ഇവരൊക്കെ ഇവരുടെ ജീവിതം തന്നെ ഇതിന് ഒരു റോൾ മോഡലാണ്. ഇവരൊക്കെ വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ രാജ്യത്തിൻ്റെ സേവനത്തിനും ഓരോ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് റോൾ മോഡലായ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. എവരി വൺ ഷുഡ് വർക്ക് ഇൻ ദെയർ own areas of activity with magnanimity and dedication. If every individual is made to think and work in such a manner, then only social progress is possible. സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെക്കുകയും സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത നിരവധി പ്രഗത്ഭരായ മനുഷ്യരാണ് ഇവരിൽ ഓരോരുത്തരും. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് സിവിക് കോൺഷ്യസ്നസ് ആൻഡ് മൊറാലിറ്റി. പൗരബോധവും പിന്നെ ധാർമ്മികതയും എന്താണ് എന്നതാണ് പറയാനുള്ളത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മൊറാലിറ്റി ഹെൽപ്സ് എ സിവിക് കോൺഷ്യസ്നസ് വേർ ഇമ്മൊറാലിറ്റി ഡിസ്ട്രോയ്സ് ഇറ്റ്സ്. ഇത് ഗാന്ധിജിയുടെ ചില വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞതാണ് മൊറാലിറ്റിയെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്. പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്, വെൽത്ത് വിത്തൗട്ട് വർക്ക്, സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ, വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്, പ്ലഷർ വിത്തൗട്ട് കോൺഷ്യസ്നസ്, ഓൾ ദീസ് തിങ്സ് ആർ എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയ ഒന്നാണ്. പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ്. എന്താ നോക്കാം. മൊറാലിറ്റി മീൻസ് എക്സിക്യൂട്ടിംഗ് വൺസ് ഡ്യൂട്ടീസ് ആർ റെസ്പോൺസിബിലിറ്റി പേഴ്സൺ വിത്ത് ഡിസേർട്ടൻ ടു ചൂസ് റൈറ്റ് ഫ്രം ദ റോങ്. അതായത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും
സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് എന്ത് മൊറാലിറ്റി, ധാർമ്മികത എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഓരോ സമൂഹത്തിന് വേണ്ടിയിട്ട് ധാർമ്മികരമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നതാണ് മൊറാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തിയും സമൂഹത്തോടും വ്യക്തികളോടും തങ്ങളുടെ കടമ നിറവേറ്റുക എന്നുള്ളത് മൊറാലിറ്റി ആണ്. അപ്പോൾ ഓരോരുത്തരും അവരവർ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിൽ അവരുടെ കൃത്യനിഷ്ഠത പാലിക്കുക, അതിൻ്റെ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതും, ഓരോ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതിനെതിരെ വ്യക്തിയോട് സംസാരിക്കുന്നതുമൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? മൊറാലിറ്റിയുടെ ഭാഗമാണ്. അപ്പം മൊറാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, മോറൽ ആക്ടിവിറ്റീസ് ധാർമ്മിക പ്രവർത്തനങ്ങളും ഇമ്മോറൽ ആക്ടിവിറ്റീസ് അധാർമിക പ്രവർത്തനങ്ങളും ഏതൊക്കെയാണെന്ന്. ഈ രണ്ട് രീതിയിലൂടെയും ആളുകൾ പ്രവർത്തിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്? മോറൽ ആക്ടിവിറ്റീസിലൂടെയാണ്. ഏൺ മണി ബൈ വർക്കിംഗ്, അതായത് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നു. എന്നാൽ ഇമ്മോറലോ ഏൺ മണി ബൈ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കുന്നു. പിന്നെ മോറൽ ആക്ടിവിറ്റീസ് പ്രൊട്ടക്ട് പബ്ലിക് പ്രോപ്പർട്ടി, പൊതുമുതൽ എന്ത് ചെയ്തു? സംരക്ഷിക്കുന്നു. എന്നാൽ ഡിസ്ട്രക്ട് പബ്ലിക് പ്രോപ്പർട്ടി, പൊതുമുതൽ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഈ മോറൽ ആക്ടിവിറ്റീസിൽ പറയുന്നു ഹെൽപ്പ് ഫെലോ ബീയിങ്, സഹപാഠികളെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ടോർച്ചർ ഫെലോ ബീയിങ്, മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു, ടോർച്ചർ ചെയ്യുന്നു. റെസ്പെക്ട് എൽഡേഴ്സ്, മുതിർന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുന്നു. സപ്പോർട്ട് കറപ്ഷൻ യൂസ് ഡ്രഗ്സ്, അതായത് മറ്റുള്ളിടത്ത് എന്ത് ചെയ്യും? ഡ്രഗുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. കൺട്രോൾ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി, കറണ്ട് വൈദ്യുതിയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ മോറൽ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞതൊക്കെ ഇമ്മോറൽ ആക്ടിവിറ്റീസിൽ. അപ്പോൾ മോറൽ ആക്ടിവിറ്റീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടത് ശരിക്കും മുന്നോട്ട് കൊണ്ട് പോവേണ്ടത്. നിങ്ങളുടെ ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ടേബിൾ കാണാം. സിവിക് കോൺഷ്യസ് ആയതും അല്ലാത്തതുമായ കാര്യങ്ങൾ ഇതിൽ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പൗരബോധം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെ എന്നതാണ്. സിവിക് കോൺഷ്യസ്നെസ് ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്താണ് എന്നതാണ്. എന്നാൽ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞ പൗരബോധം എങ്ങനെയൊക്കെയാണ് നേടിയെടുക്കുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഏതൊക്കെ ഓർഗനൈസേഷനിലൂടെയാണ് നേടിയെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിന് അതുപോലെ തന്നെ ഇതിന് ചാലഞ്ചസും ഉണ്ട്, വെല്ലുവിളികളും ഉണ്ട്. പീപ്പിൾ ഹാവ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് വിച്ച് one of them should be given emphasis. The main challenge faced by civic consciousness is the mindset to do anything for the sake of one's own personal interest by negating public interest. അതായത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് സമൂഹത്തിലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക, സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് ക്രൂരമായ പ്രവൃത്തികളും ചെയ്യുക എന്നതാണ് ഇത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ ചാലഞ്ചസ് ഒക്കെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം, വെല്ലുവിളികളെയൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സാണ് പറയുന്നത്. ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്റ്റീവ് ക്രിട്ടിക്കലി, നമ്മൾ സ്വയം നമ്മളെ തന്നെ എന്ത് ചെയ്യുക? വിലയിരുത്തുക. ഷുഡ് വർക്ക് ഫോർ വൺസ് ഇൻട്രസ്റ്റ് വിത്തൗട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. Be the change which you expect from others. Equal weight should be given to both rights and duties. Individual should act democratically and tolerably. ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക. പൊതു താല്പര്യങ്ങളെ ഹനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കഠിനമായി എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. പിന്നെ മറ്റുള്ളവർ അവരവരുടെ നമ്മളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് നല്ല കാര്യങ്ങൾ അത് നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുക. ജനാധിപത്യത്തിലും സഹിഷ്ണുതയിലും കൃത്യമായി പ്രവർത്തിക്കുക. പിന്നെ ഈക്വൽ റൈറ്റ്സ്, അവകാശങ്ങൾക്കും സമത്വത്തിനും ചുമതലകൾക്കും കൃത്യമായ പ്രാധാന്യം നൽകുക, രണ്ടിനും തുല്യമായ പ്രാധാന്യം നൽകുക. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാലഞ്ചസിനെയൊക്കെ നേരിടാൻ, നമുക്ക് വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് പറ്റുകയുള്ളൂ
ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത് സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും എന്താണ് എന്നാണ്. അതെന്താണെന്ന് നോക്കാം. സോഷ്യൽ സയൻസ് ലേണിംഗ് ആസ് എൻ എ മേജർ റോൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് സിവിക് കോൺഷ്യസ്നസ്. സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ പ്രധാനപ്പെട്ട ഒരു റോളാണ് എന്ത് വളർത്തുന്നതിൽ? സിവിക് കോൺഷ്യസ്നസ്. എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു റെസ്പെക്ട് ഡൈവേഴ്സിറ്റി ആൻഡ് ബിഹേവ് വിത്ത് ദ ടോളറൻസ്. ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാക്കി കൊടുക്കാൻ സോഷ്യൽ സയൻസ് ഹെൽപ്ഫുള്ളാണ്. ഡിസിമിനേറ്റ് ദ മെസ്സേജ് ഓഫ് പീസ് ആൻഡ് കോഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൽ സമാധാനവും സഹകരണവും വളർത്തിയെടുക്കാനൊക്കെ ഈ സോഷ്യൽ സയൻസിലൂടെ പഠനത്തിലൂടെ സഹായകരമാവുന്നുണ്ട്. മേക്ക് ദ ഇൻഡിവിജ്വൽ സിവിക് കോൺഷ്യസ്നസ് ആക്ഷൻ ഓറിയൻറ്റഡ് ബൈ ഫെമിലിയാരിറ്റി ദ ഐഡിയൽ മോഡൽ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ്. ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സോഷ്യൽ സയൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് ലേണിംഗ് ഇറ്റ് ഷുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു ഇൻകൾക്കേറ്റ് ദ സിവിക് കോൺഷ്യസ്നസ് ഇൻ അവർ സൊസൈറ്റി. സമൂഹത്തിലെ സിവിക് കോൺഷ്യസ്നസ് വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സോഷ്യൽ സയൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എന്നിരുന്നാലും വളരെ കുറച്ച് മാത്രം കണ്ടൻറ്റുകളെ ഈ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുക, എന്നിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഡൗട്ടുകളൊക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിളായുള്ളൊരു ചാപ്റ്ററാണിത്. ആകെ കുറച്ച് പോയിൻറ്റ്സ് ഇതിനകത്ത് വരുന്നുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡീപ്പായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് അടുത്ത വീഡിയോയിൽ കാണാം.